Welcome to the electrodynamics class number 36 for BSc Physics Main Semester 3 students. Today's topic is self-inductance and mutual inductance in electromagnetic induction chapter. Self-inductance and mutual inductance. Today's topic of discussion. What is self-inductance or self-induction? Self-induction is the property of a coil or circuit by virtue of which it opposes growth and decay of current in it. ഇപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക, സെൽഫ് ഇൻഡക്റ്റൻസ് അതിൻ്റെ ആ ക്വാണ്ടിറ്റി, ആ പ്രോപ്പർട്ടി പറയുന്നത്. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ഓർ സർക്യൂട്ട് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് ഗ്രോത്ത് ആൻഡ് ഡിക്കേ ഓഫ് കറണ്ട് ഇൻ ഇറ്റ്. ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് കൂടിയാലും കുറഞ്ഞാലും എതിർക്കുന്ന പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അത് നമ്മളൊരു വാല്യൂ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒരു കോയിലിൻ്റെ സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് കോയിലിനകത്ത് കറണ്ട് കൂടിയാലും കുറഞ്ഞാലും എതിർക്കും. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ഓർ സർക്യൂട്ട് ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ഗ്രോത്ത് ആൻഡ് ഡിക്കേ ഓഫ് കറണ്ട് ഇൻ ഇറ്റ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്, ആ പടം നോക്കുക, ഒരു ബാറ്ററി ഉണ്ട്, ഒരു കോയിലാണ് ഈ സെൽഫ് ഇൻഡക്ഷൻ പറയുന്നത്. ഒരു കീ ഉണ്ട്, ആ കീ കംപ്ലീറ്റ് ആയിട്ട് വരച്ചോളുക, ഒരു ടാപ്പ് കീ ആയിട്ട് വരച്ചോളുക. ഇവിടെ ഗ്യാപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ടാപ്പ് കീ മോഡലിൽ വരക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ ഒരു കീ, എ ബാറ്ററി ആൻഡ് കോയിൽ ആർ കണക്റ്റഡ്. ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഇൻ ദി figure, a coil is connected to a battery, a DC source and a key. Due to current I, when the key is closed, a current I passes. Due to current I, let a phi be the magnetic flux associated with the coil. Then we can write phi proportional I. അതായത് നമ്മൾ കീ ക്ലോസ് ചെയ്യുമ്പോൾ ആ ബാറ്ററി ഒരു കറണ്ട് അയക്കും, ആ കോയിലിനകത്ത് കൂടി കറണ്ട് അയക്കുമ്പോൾ ആ കറണ്ട് ക്യാരിങ് കോയിൽ അത് മാഗ്നറ്റായിട്ട് മാറും. ആ കോയിലിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സ് ഫൈ അത് നമ്മൾ അയച്ച കറണ്ടിന് പ്രപ്പോർഷണലാണ്. ഫൈ പ്രപ്പോർഷണൽ ആയി എന്നെഴുതും. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റഡ് ഓവർ ദ കോയിൽ ഈസ് ഈക്വൽ ടു ദ കറണ്ട് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്. ദെൻ ദിസ് പ്രപ്പോർഷണാലിറ്റി സൈൻ, ഫൈ പ്രപ്പോർഷണൽ ആയി, വി റീപ്ലേസ് ഫൈ ബൈ എ കോൺസ്റ്റന്റ്, proportionality by a constant, that is phi is equal to Li. The proportionality sign we replace as equal to L. Li numerically, we can put a minus sign in order to represent opposition, but the minus sign is coming, so we now write only Li numerically, where L is a constant known as coefficient of self-inductance or simply self-inductance. The property is called self-induction and this constant L is called self-inductance or coefficient of self-induction. നമ്മൾ പറയുമ്പോൾ എല്ലിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും, സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ പറയും കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന കോയിലിൻ്റെ പ്രോപ്പർട്ടി, അതിനെ വിളിക്കുന്ന പേര് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ്. ഇപ്പോൾ 3 വാക്കൊന്ന് ഓർത്തുകൊള്ളണം. സെൽഫ് ഇൻഡക്ഷൻ പ്രോപ്പർട്ടിയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓർ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റന്റ് വാല്യൂ എല്ലാണ്. എൽ അളക്കുന്നത് വെബറിലാണ്, സോറി, എൽ അളക്കുന്നത് ഹെൻറിയിലാണ്. ഹെൻറി ഫൈ ആണ് വെബറിൽ. അത് പറയണം ഡെഫിനിഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. വി ഹാവ് റിട്ടേൺ ഫൈ ഈസ് ഇക്വൽ എൽ ഐ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി, ഡി ഫൈ ബൈ ഡി ടി ഈസ് ഇക്വൽ ടു L into d by dt. L is a constant we take in front. And d phi by dt, see, that is Faraday's law. Faraday's law, d phi by dt. We can put a minus sign also. So E is equal to L into di by dt. Let di by dt is equal to 1 ampere per second. Then E is equal to L into 1 is equal to L. That is definition. Therefore, self-inductance of a coil is defined as the EMF induced in it when the rate of change of current in it is 1 ampere per second. അപ്പോൾ ഒരു കോയില്
അതിനകത്ത് പിന്നെ കറണ്ട് ചേഞ്ച് 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ di/dt 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതിന് വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതിന് തുല്യമാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് വെൻ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് in the coil is 1 ampere per second. Unit of L is Henry, capital H. If we write in word, we have to write small h, Henry. The unit is Henry. We does Henry. Now comes mutual inductance, and that is for 2 coils. The flow of current in the coil due to a change of current in the other coil, and here you can correct it as the flow of current in one coil. In the coil, one coil. The flow of current in one coil due to a change of current in the other coil is called a mutual induction. You write induction between the 2 coils. Induction ആയിക്കൊള്ളുക. അപ്പോൾ 2 കോയിൽ ഉണ്ടെങ്കിൽ ഒന്നാമത്തിനകത്ത് കറണ്ട് പാസ് ചെയ്താൽ രണ്ടാമത്തിനകത്ത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് ഈ പടത്തിൽ നമ്മൾ ഇലസ്ട്രേറ്റ് ചെയ്യാം. ഇവിടെ ഈ പടത്തിൽ 2 കോയിൽ കാണിച്ചിട്ടുണ്ട്. 2 coils are shown in the figure. The first coil is the primary coil. Second one is the secondary coil. They are placed close to each other. The 2 coils are placed side by side. Second coil is provided with a galvanometer. You know, galvanometer is a current indicator. And when we send a current through the primary coil, the galvanometer in the secondary coil indicates a current. When a current passes through the primary coil, a current is indicated by the secondary coil. And this property is called the mutual induction. The flow of current in secondary coil due to a change of current in the primary coil. The flow of current in secondary coil due to a change of current in the primary coil is called mutual induction between the 2 coils. So we write due to a current I, let phi be the magnetic flux associated with the secondary coil. Here also the relation is in the same manner. Phi proportional I, that is phi is equal to mi. Secondary coil flux phi ആണെങ്കിൽ അത് primary coil current proportional ആണ്. Phi is mi, where m is a constant known as mutual inductance or coefficient of mutual induction. ഇപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോപ്പർട്ടി ആയിട്ട് ഈ കോൺസ്റ്റന്റ് എമ്മിനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അങ്ങനെ പറയുക. ഈ വാക്കുകൾ മാറി മാറി അങ്ങനെ ഉപയോഗിക്കും. ഇപ്പം എക്സൈറ്റഡ് പറഞ്ഞത് എങ്ങനെയാണ്? പ്രോപ്പർട്ടിയാണ് ഇൻഡക്ഷൻ എന്നുള്ള നോൺ കൊണ്ട് ഉപയോഗിക്കുക. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. കോഎഫിഷ്യനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും. കോഎഫിഷ്യൻ മാറ്റി ആ പ്രോപ്പർട്ടിയെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് എമ്മിന് ഒരു ഡെഫിനിഷൻ ഉണ്ട് മുമ്പത്തതുപോലെ. ഡെഫിനിഷൻ ഓഫ് എം phi is equal to mi, differentiating d5/dt is m into di/dt. d5/dt is E is equal to m into di/dt. That is an important equation for the induced EMF in the case of mutual induction. Let d5/dt is 1 ampere per second. Then phi is equal to m into 1 is equal to m. Then how will you define it? You look here. When d5/dt is 1 ampere per second, then E is m into 1 is equal to m. Therefore, this is the definition. Mutual inductance. Therefore, mutual inductance between 2 coils is defined as the EMF induced in one coil when the rate of change of current in the other coil is 1 ampere per second. Mutual inductance between 2 coils is defined as the EMF induced in one coil when the rate of change of current in the other coil is 1 ampere per second. The unit of M is also Henry. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അതായത് ഒരു കോയിലിനകത്ത് സെക്കൻഡറി കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അന്നേരം
പ്രൈമറി കോയിലിനകത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ആകണം. പ്രൈമറി കോയിൽ 1 ആംപിയർ പെർ സെക്കൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണെങ്കിൽ സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ EMF-നെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതിലെ യൂണിറ്റും എമ്മിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. അപ്പോൾ എല്ലിൻ്റെയും എമ്മിൻ്റെയും യൂണിറ്റ് ഹെൻറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അല്ല ചോദിക്കാൻ ഡിഫൈൻ ചെയ്യാം, ഗിവ് ദർ യൂണിറ്റ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. And that is all in this small class. We continue problems in the next class. Thank you very much.